ഹലോ കൂട്ടുകാരെ, റോഷ്നീസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ മാജിക് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു മാജിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്റ്റിച്ചിന് ഈ പേര് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ വേണ്ട രണ്ട് കാര്യമാണ്: ശ്രദ്ധയും വേണം, ക്ഷമയും വേണം. വളരെ ശ്രദ്ധിച്ച് ചെയ്യാതാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ക്ഷമ അതുപോലെ വേണം. ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരു സ്റ്റിച്ചുമാണ്. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി രണ്ട് കളറിലുള്ള ആങ്കറിൻ്റെ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു റോയൽ ബ്ലൂവും വൈറ്റും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും അടുത്തടുത്ത് വരുന്ന 3 ഇഴകൾ വീതം, അതായത് 3 strands ആണ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പം 3+3 6 സ്റ്റാൻസിൻ്റെ ത്രെഡ് ഇട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മളുടെ സൂചിയിൽ ഹോളിലേക്ക് കോർത്തെടുത്തു. അതിനുശേഷം രണ്ടും കൂടെ ഒന്നിച്ച് നോട്ടും ഇട്ട് കൊടുത്തു. അതിനുശേഷം ക്ലോത്തിൻ്റെ താഴ്വശത്ത് നിന്നും കുത്തി നീഡിൽ മുകളിലേക്ക് എടുത്ത് മൊത്തം നമ്മൾ കൊണ്ടുവന്നു. അതിനുശേഷം ആ പോയിൻറ്റിൽ തന്നെ കുത്തിയിട്ട് നമ്മൾ പിന്നെയാണ് ചെയിൻ ആക്കുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു മാജിക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒരു കളർ ത്രെഡ് വേണം സൂചിയിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടി. അത് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റാണ്, ഇത് ബ്ലൂ ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലൂ എടുക്കുമ്പോൾ ആ ബ്ലൂ ഫുൾ 3 ത്രെഡും ഒന്നിച്ച് അവത്തിൽ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അന്നേരം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കണ്ടോണം, ഇനിയിപ്പം വൈറ്റിൻ്റെ അവിടെ വരുമ്പോൾ കുറച്ച് ലൂപ്പായിട്ട് കിടക്കും. അപ്പോൾ അത് ആ വൈറ്റിൻ്റെ ത്രെഡ് പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ആ ബ്ലൂ കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ബ്ലൂവിൻ്റെ ത്രെഡ് ഒന്ന് ടൈറ്റാക്കി കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഫിറ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതേണ്ടി ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലവർ ചെയ്യണം. ഫ്ലവർ ഇതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഡിഫറെൻറ്റ് കളർ ഡബിൾ കളറിട്ട് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതുപോലെ വളരെ സിമ്പിളെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ക്ഷമാപൂർവ്വം ഇരുന്നാൽ വളരെ ഭംഗിയുള്ള എംബ്രോയ്ഡറി പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ലീഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, ഒറ്റ സൂചിയിൽ 2 കളറിൽ ഒറ്റ തവണയായി ഇതാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല കേട്ടോ. ഇതാണ് മാജിക് സ്റ്റിച്ച്. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.